അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സപ്ലയറെ ആണ്. സപ്ലയറെ ക്രിയേറ്റ് ചെയ്യല് ഈ ഹോമിൽ വന്നു. ആ ഹോമിൽ വന്നതിന് ശേഷം നമ്മൾ ഇൻവെന്ററി എടുത്തു. ഇൻവെന്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ സപ്ലയറിന്റെ ഓപ്ഷൻ കാണാം. ആ സപ്ലയർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഇതേമാതിരി നേരത്തെ സെയിം സാധനം നമ്മൾ കസ്റ്റമർ എങ്ങനെ ഉണ്ടാക്കിയോ അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആളെ പേരടിച്ചു. ഓക്കെ, ആളെ പേരടിച്ചതിന് ശേഷം ആളെ മൊബൈൽ നമ്പർ അടിക്കുക. ഇത് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് വേറെ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക, അവരെ ലൊക്കേഷൻ കൊടുക്കുക. ഇനി നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്, ഇപ്പം ഇത് കുവൈത്തിൽ നിന്നാണ്, ഇത് ഏത് കൺട്രിയിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. UAE, അബുദാബി, ലൈക്ക് ദുബായ്, ഏത് കൺട്രി വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാം. ചൈന ഒക്കെ ചൂസ് ചെയ്യാം. അവർ ഇമെയിൽ ID, അവരെ കോണ്ടാക്ട് ചെയ്യുന്ന ആളെ പേര്, എന്തെങ്കിലും കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ കറൻസി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞു USD നിങ്ങൾക്ക് USD പർച്ചേസ് ചെയ്യാം, AED പർച്ചേസ് ചെയ്യാം. അപ്പം പർച്ചേസ് അടിക്കുന്ന എമൗണ്ട് അതിലായിരിക്കും. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കുവൈറ്റ് ദിനാർ കൊടുക്കുന്നു, ഞാനത് ഓക്കെ അടിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഈ കസ്റ്റമർ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാണ്ട് നേരെ വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ. എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് അടിക്കാം, സേവ് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും.